വറുതിയുടെ നാളുകളാണെങ്കിലും ഏറ്റവും നല്ല മത്സ്യം കഴിക്കണമെങ്കിൽ ഇവിടേക്ക് എത്തണമെന്നും ഇവർ പറയും. കച്ചവടം മോശമാണ്. അതുകൊണ്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. കിട്ടുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മീൻ കിട്ടുന്നില്ല. ദൂരെയൊന്നും നമുക്ക് വേണ്ട. എല്ലാ മീനും നോക്കുന്ന പക്ഷേ വില ഭയങ്കര വില. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് മീന്? ഭയങ്കര വില. അടുക്കാൻ വയ്യ. അങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഏതാ നോക്കിയിരിക്കാം? വലിയ മീനാ ചെറിയ മീൻ? ചെറിയ മീനാണ്. നത്തോലി എന്ന് പറഞ്ഞാൽ ഒരു കൂടൊക്കെ 3500 രൂപ വില. അതൊക്കെ നമുക്കൊന്നും ആക്കില്ല. 5000 രൂപ. മീനിന്റെ വില കേട്ടാൽ ഇപ്പോൾ ഞെട്ടും. എല്ലാവർക്കും നമസ്കാരം. തീരത്തിന് ഇത് വറുതിയുടെ നാളാണ്. മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ആശങ്കയിലൂടെ കടന്നു പോകുന്ന 2 മാസങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം പോർട്ടിലാണ്. ഇപ്പോൾ വള്ളക്കാരുടെ ഈ മീൻ കൊണ്ടുവരുന്ന സമയങ്ങളാണ്. വള്ളക്കാർ എത്തിയിരിക്കുകയാണ്. വള്ളത്തിലൂടെ മീനൊക്കെ കൊണ്ടുവന്നു. നമുക്കറിയാം ഭയങ്കര വിലയാണ് മീനിന്. നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളാകട്ടെ, മത്സ്യം വാങ്ങിക്കാൻ എത്തുന്നവരാകട്ടെ, ബോട്ടിൽ പോകുന്നവരട്ടെ ഒക്കെ എല്ലാവരും വളരെയധികം പ്രതിസന്ധിയിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണ്. എങ്കിൽ പോലും മീനിന്റെ വില കേട്ടാൽ ഇപ്പോൾ ഞെട്ടും. ഏതായാലും നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഇപ്പോൾ മീനിന്റെ പൊതുവെ വരവ് കുറവാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് അവരോട് ചോദിക്കാം മീനിന്റെ വില എങ്ങനെ പോകുന്നു. മീൻ എടുക്കാൻ വന്നിട്ട് ഭയങ്കര വില കാരണം മാറി നിൽക്കുകയാണ്. 12 ദിവസം കൂടി ഇനിയിപ്പോ ഏതായാലും ട്രോളിങ് കഴിയണം. പക്ഷെ മീനിന്റെ വില അടുക്കാൻ വയ്യ. എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഏതാ നോക്കിയിരിക്കാം? വലിയ മീനാ ചെറിയ മീനാ? ചെറിയ മീനാണ്. നത്തോലി എന്ന് പറഞ്ഞാൽ ഒരു കൂടൊക്കെ 3500 രൂപ വില. അതൊക്കെ നമുക്കൊന്നും ആക്കില്ല. ചില അവിടെ ചെല്ലുമ്പോൾ 5000 രൂപ. നമുക്കൊന്നും കിട്ടാനില്ല. സാധാരണ ഇങ്ങനെ മാറി നിൽക്കുക. കുറെ സമയം ആയോ വന്നിട്ട് ഞങ്ങൾ 2 മണിക്കൂറിൽ കൂടുതലായി ഇവർ വന്നിട്ട്. ഇവർക്ക് അവരുടെ ചെറുകിട കച്ചവടക്കാരാണ്. അപ്പൊ അവർക്ക് വിൽക്കാനുള്ള രീതിയിലുള്ള ചെറിയ മീനുകൾ നോക്കി തന്നെ നിൽക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള വില, ഈ കൊള്ളുന്ന വിലയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ മത്സ്യങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഏതായാലും വന്ന ആ മത്സ്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ചെമ്മീൻ മേടിച്ചോ? നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് മീനിന്റെ വില ഇപ്പൊ? ഒരു ദിവസമാണ് വില. എന്താ മേടിച്ചേ? ഞണ്ട് മാത്രമേ മേടിച്ചോളൂ. എങ്ങനെയുണ്ട് വിലയൊക്കെ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു വിധം എങ്കിലും ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ആളുകളൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. ഇത്രയും മീനിന് വില കൂടുതലേ. പലരും ചിക്കനൊക്കെ മേടിക്കാണിപ്പോ. മീൻ എടുക്കാനായിട്ട് ഇരിക്കുകയാണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് മീന്? ഭയങ്കര വില. എടുക്കാൻ വയ്യ. അപ്പൊ ഇതിപ്പോ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണോ അതോ നീണ്ടാരെ കൊണ്ടുപോയി വിൽക്കുന്നേ? ആണോ? എടുക്കാൻ വല്ലതും വള്ളത്തിൽ ചൂടുള്ളത് ആണോ? കൂടെ ഉണ്ടായിരുന്നു പറയുന്നത്. ഞാൻ അവിടെ ഇറങ്ങിയില്ല. അമ്മ എങ്ങനെ ചെറിയ മീനാണോ വലിയ മീനാണോ നോക്കുന്നേ? ഞാൻ ചെറിയ മീനും മേടിക്കും, വലിയ മീനും മേടിക്കും. നമ്മൾ ഏതായാലും നമ്മുടെ പറ്റിയ വിലക്ക് 2 ചൂരയൊക്കെ കൊണ്ടുവന്ന് 600-700 രൂപ. ആണോ? ഭയങ്കര വില. കടപ്പാക്കടയിൽ നിന്ന് മീൻ വാങ്ങിക്കാൻ നിൽക്കുകയാണല്ലേ? എങ്ങനെയുണ്ട് മീൻ്റെ വിലയൊക്കെ? ഭയങ്കര വിലയില്ല. എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഏത് മീൻ മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. കാരണം ഏത് ചെറുത് നോക്കിയാണ് മീനാണ് കൂടുതലായിട്ട്. ഇതിന്റെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഏതാ മേടിക്കാൻ നോക്കിയേ? ഏത് മീനാ നോക്കുന്നേ? എല്ലാ മീനും നോക്കുന്ന പക്ഷേ വില ഭയങ്കര വില. ഒരു രക്ഷയില്ല. അടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോ മീനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നാൽ നന്നായിട്ട് കുറച്ച് കിട്ടും. പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ കുറെ ആൾക്കാരെ മീൻ കഴിച്ചാൽ ചാവുന്നു പറഞ്ഞു. പക്ഷെ ആരും മരിച്ചിട്ടില്ല. അപ്പൊ സർക്കാർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മോശമുള്ള കാര്യമല്ലേ പാവങ്ങളെ ജീവിക്കാൻ വിടാതിട്ടത് അല്ലേ? സർക്കാർ അത് ജീവിക്കാൻ വിട്ടിരുന്നെങ്കിലേ എല്ലാരും മീൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും കഴിച്ചോണ്ടിരിക്കില്ല. കിട്ടുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മീൻ കിട്ടുന്നില്ല. ദൂരെയൊന്നും നമുക്ക് വേണ്ട. ചെറിയ മീൻ നോക്കുകയാണ്. നല്ല മീൻ വേണം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലാഭകരമായിട്ട് കരുതുന്നു. ലാഭവും ഇവിടെ നല്ല മീനും കിട്ടും. ഫ്രഷ് മീൻ കിട്ടും. പക്ഷെ മീന് ലാഭം എന്ന് പറഞ്ഞാലും ചെറിയ ലാഭമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനം. പടയ്ക്കുന്ന സാധനം അതാണ്. എവിടേക്ക് കൊണ്ടുപോകാനാ ചേച്ചി? എനിക്ക് ആവനായിട്ട് വിൽക്കാനല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം? മോശമാണ്. അതുകൊണ്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. എങ്കിലും ജീവിക്കാൻ വേണ്ടി കൊണ്ടുകൊണ്ട് പോകുന്നു.
മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളാണെങ്കിൽ പോലും ഈ കൊല്ലം പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധമായ മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. ഏത് മീനുകളാണെങ്കിലും നല്ല പച്ചയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്. വറുതിയുടെ നാളുകളാണെങ്കിലും ഏറ്റവും നല്ല മത്സ്യം കഴിക്കണമെങ്കിൽ ഇവിടേക്ക് എത്തണമെന്നും ഇവർ പറയുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലുവൻസൻ വിസ്മയ.